ഹലോ, നമ്മുടെ 1 ഇയർ 1 CR ചലഞ്ചിലെ ഫസ്റ്റ് വർക്ക് നമുക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് വർക്ക് നമുക്ക് കൺഫേം ആയെങ്കിലും നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അസോസിയേറ്റ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. കാവേരി, അതേ കണക്ക് തന്നെ മെമ്മറി സ്റ്റോൺസ്, അങ്ങനെയുള്ള കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അടുത്ത വീക്ക് നമുക്ക് അതിനൊക്കെ നല്ല രീതിക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് സീൻ നമുക്ക് ഇവരോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കാം. പിന്നെ നമ്മളുടെ എനിക്ക് 2-3 പേര് പേഴ്സണലി മെസ്സേജ് ചോദിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഈ എൻസേൻ്റെയും ഇൻസൈഡേയും ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഡയറക്റ്റ് പാക്കേജിലോട്ട് അങ്ങ് പോയി. പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു, നേരിട്ട് എന്ത് ചെയ്തു, പാക്കേജ് ഡിസൈൻ ചെയ്തങ്ങ് പോയി. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളെ ഇൻസ്പയർ ചെയ്തൊക്കെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ നേരിട്ട് പാക്കേജിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കും അപ്പോൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ പാക്കേജിലോട്ട് പോയാൽ മതിയോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. കാരണം ഓൾറെഡി ഡിജിറ്റൽ 3 years ആയിട്ട് ഈ പറഞ്ഞ വീഡിയോയും കൂടി കണക്ട് ആയതുകൊണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടി എളുപ്പമായത്. നമ്മൾ നേരിട്ട് പാക്കേജിലോട്ട് പോയി. കാരണം നമ്മുടെ കയ്യിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വേണം. ഇപ്പോൾ ഷിജിനായപ്പോൾ ക്യാമറ, വൈഡ് ലെൻസ്, അത് 4-5 ലെൻസുകൾ, പിന്നെ ബാക്ക് എൻഡിൽ 2-3 ക്യാമറമാനുണ്ട്, നമുക്ക് 4 എഡിറ്റേഴ്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തില്ല. നമുക്ക് അതൊക്കെ ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാം. പക്ഷേ എന്താണ് നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു എൻജോയ് തുടങ്ങിയപ്പോൾ നമുക്ക് ആവശ്യമായി വേണ്ടത് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വർക്ക് കൺഫേം ആയി, നമ്മൾ സന്തോഷമാണ്. പക്ഷേ നമ്മുടെ പുതിയ പാക്കേജിലുള്ള വർക്കല്ല കൺഫേം ആയത്. എനിക്ക് 20-25 റുപ്പീസിന് ആയിരിക്കും. എനിക്കൊന്നും അത്രേ ആയിട്ടുള്ളൂ. കാരണം നമ്മുടെ പാക്കേജ് വരുന്നതിന് മുമ്പുള്ള ഇതിലായിരുന്നു. പാക്കേജ് നമുക്ക് ഈ പറഞ്ഞ സെപ്റ്റംബർ 1 തൊട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിംഗ് കൂടി നമുക്ക് ചെയ്യാണ്ട്. മാർക്കറ്റിംഗ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഈ കണ്ടൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങളിലോട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇങ്ങനൊരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? മെയിനായിട്ട് നമ്മൾ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുമ്പം നമുക്ക് ക്യാമറ വേണം, പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങുകൾ വേണം, ലൈറ്റ്സ് വേണം. ഇതിനൊക്കെ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ശരി, മിനിമം നമ്മൾ വീഡിയോ പ്രൊഡക്ഷനായിട്ട് ചെയ്യുമ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ തന്നെ നമ്മൾ വാങ്ങേണ്ടിയിരിക്കുന്നു. ഫുൾ ഫ്രെയിം ആകുമ്പോൾ എത്ര രൂപ ബഡ്ജറ്റ്? ഫ്രെയിം ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഫുൾ ഫ്രെയിം സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ 70,000-നൊക്കെ. 70,000 രൂപ. ലൈറ്റിങ് മറ്റു കാര്യങ്ങളും അതും പക്ഷേ വീഡിയോയ്ക്ക് അത്ര നല്ല ക്യാമറ ആണെന്ന് തോന്നുന്നില്ല. മിനിമം ഒരു 1 lakh എങ്കിലും ഒരു നല്ലൊരു ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ക്യാമറയ്ക്ക് വേണ്ടി മാത്രം. അതിൻ്റെ കൂടെ തന്നെ ലെൻസ് വേണ്ടി വരും. അതിന് ഒരു 50,000 രൂപ. ലെൻസ് ഒരു മിനിമം ഒരു വൈഡ് ലെൻസ് വാങ്ങാൻ തന്നെ ഈ ഒരു ലെൻസ് ഇതിന് നമുക്ക് എന്താ പറയുക 24,000 രൂപയോളം വിലയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ വേറെ ഫോക്കൽ ലെങ്ത്തുകൾ നമുക്ക് വേണം. 35-ന് 41,000 വരും. പിന്നെ 85 ആകുമ്പോൾ 285 അപ്പറേച്ചർ 2 ആണ് വരുന്നതെങ്കിൽ നമുക്കൊരു 52 ആ റേഞ്ചൊക്കെ വരും. അങ്ങനെ ലെൻസിലും ക്യാമറയിലും കൂടി തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈറ്റിംഗ് തന്നെ നമുക്കൊരു മെയിനായിട്ടൊരു 3 ലൈറ്റോ 2 ലൈറ്റോ മിനിമം ഫ്രണ്ട് ലൈറ്റും എല്ലാം വേണ്ടി വരും. അപ്പോൾ ഫിൽ ലൈറ്റും കീ ലൈറ്റും എല്ലാം നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിന് നല്ലൊരു 50,000 രൂപ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നല്ലൊരു മൈക്ക. ഈ മൈക്കൊക്കെ നമുക്ക് വലിയ ഇൻവെസ്റ്റ് ആവാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡിജെയുടെ മൈക്കും പിന്നെ ഷീറ്റിൽ ബാക്കപ്പിൽ മൈക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഫസ്റ്റ് അതൊന്നും നമുക്ക് ഇൻവെസ്റ്റ് ആയില്ല. ഷീറ്റിൽ ക്യാമറ ഉള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ ക്യാമറമാൻമാരും ബാക്കെൻഡ് ഉള്ള അവർക്ക് ക്യാമറ ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ പിന്നെ അത് തന്നെ നമുക്ക് ജിംബൽ വേണ്ടി വരും, ട്രൈപോഡ് വേണ്ടി വരും. ജിംബൽ തന്നെ നല്ലൊരു ജിംബൽ വേണമെങ്കിൽ 10-24,000 30. നമുക്ക് ഈ ഫിനാൻസിൻ്റെ ടോട്ടൽ കാര്യങ്ങൾ ഒരു കണ്ടന്റ് ആയിട്ട് തന്നെ ഇടാം. കാര്യം എഴുതി കാണിച്ചു കൊടുത്തിട്ടെ, കാര്യം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ പെട്ടെന്നൊരു കമ്പനി തുടങ്ങുമ്പോൾ ഇത്ര ലക്ഷം രൂപയുടെ 3 to 5 lakh rupees എങ്കിലും വേണം. പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഒരു സ്റ്റുഡിയോ ആണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഗ്രീൻ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതേ കണക്ക് തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണം. സ്പേസ് വേണം, അതേ കണക്ക് തന്നെ ഡെക്കറേഷൻസ് ചെയ്യണം. മൈക്കിന് തന്നെ എനിക്ക് തോന്നുന്നു DJI Mic 1 അത്യാവശ്യം നല്ല മൈക്കാണ്. റിവ്യൂ പറയണോ? റിവ്യൂ നല്ല മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിന് തന്നെ ഏകദേശം 29 എന്ന് വെച്ചാൽ 29,000-30,000 രൂപ വരെ ഉണ്ട്. അല്ലെങ്കിൽ മറ്റേ ഹോളി ലാൻഡിന്റെ 15,000-നുണ്ട്, പിന്നെ 8,000 രൂപയ്ക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെയുള്ള മൈക്കും മേടിക്കുക. എല്ലാം കൂടി ഒരു 3 to 5 ലക്ഷം രൂപയിലും ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി നേരത്തെ ഇസയുടെ നമ്മൾ എഡിറ്റിംഗ് വേണം.
എഡിറ്റിങ്ങിനുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒന്നീ എഡിറ്റേഴ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിനുള്ള സിസ്റ്റം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കപ്പ് 4 പേരാണ്. 2 ഗ്രാഫിക് ഡിസൈൻസ് ആയിട്ട് ഒരാളുണ്ട്, കൂടാതെ വീഡിയോ എഡിറ്റേഴ്സ് ആയിട്ട് 3 പേരുണ്ട് ബാക്കപ്പിൽ. അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇത്രയും പേരെ ബാക്കപ്പുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. കാരണം നമ്മുടെ ഡിസ്റ്റേ എൻസൈനുമായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനങ്ങളായിരുന്നു. അതിൽ ഇത്രയും CR ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മളിനി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരാളെ കൊണ്ട് എത്ര വർക്ക് ചെയ്യാൻ സാധിക്കും അതെല്ലാം നോക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വർക്കുകളൊക്കെ പിടിക്കുന്നു. ഇപ്പോൾ 10 വർക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് 10 റീല് വെച്ചായപ്പോൾ 100 റീലായി പെർ മന്ത്. 100 റീല് ഒരാളെ കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം എത്ര റീല് ചെയ്യാൻ സാധിക്കും? 10 റീല് ചെയ്യാൻ പറ്റും. 100 റീല് ചെയ്യണമെങ്കിൽ അതും അത്രയും ക്വാളിറ്റി, അത്രയും എഫക്ട്സും കാര്യങ്ങളും ട്രെൻഡിങ്ങുമായിട്ടൊക്കെ നിൽക്കുമ്പം സമയം വരും. അപ്പോൾ എഡിറ്റേഴ്സിനെ കൂട്ടേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ എഡിറ്റേഴ്സിനെ കൂട്ടേണ്ടിയിരിക്കുന്നു. വർക്കുകൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം ക്യാമറമാൻ നമുക്ക് ഷിജിൻ അല്ലെങ്കിൽ നമ്മുടെ ഷിബിനായിക്കോട്ടെ പലയിടങ്ങളിൽ പോണ സമയത്ത് ബാക്കപ്പ് വേണം. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ തന്നെ മെമ്മറീസുള്ള ജോസ് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ആളെന്നെ രാവിലെ വിളിച്ച് പറഞ്ഞ് 5 സൈറ്റുകളിൽ പോയിട്ട് റിവ്യൂ വീഡിയോ, റിസോർട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കണം, ഇങ്ങനെ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വരുന്ന ആഴ്ചത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കപ്പില്ല. ഇപ്പം ഷിജിന് നാളെ മറ്റന്നാളെ കലരി രസാന ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഷൂട്ടുണ്ട്. കൺഫേം ചെയ്തില്ലെന്തോ, ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. മറ്റേ ഷൂട്ട് സൺഡേ അല്ലേ? സൺഡേ. ഓക്കെ. അപ്പോൾ ഇത്രയും വരുമ്പോൾ ഇത് മാനേജ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങളൊരു ബിസിനസ് ഇറങ്ങുമ്പോൾ മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം. കാരണം കോർഡിനേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആ ഒരു നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ ഈ എൻസൈനിൽ ഞാൻ നേരത്തെ ഇസയുടെ കുറിച്ച് അക്ഷയമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ട് എനിക്കും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് ഇതിലുള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയെ കുറിച്ചൊന്നും വലിയ രീതിക്ക് അറിയത്തില്ല. അതല്ല, അതുകൊണ്ട് ഷിജിനെ തന്നെ ഫുൾ കൺട്രോൾ കൊടുത്തേക്കും. അപ്പോൾ ഒരു ക്ലയൻറ്റുമായിട്ട് എങ്ങനെ സംസാരിക്കുക, ലൈറ്റിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അത് ഞാൻ വലുതായിട്ട് ഇടപെടാറില്ല. എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ ഇടപെട്ടിട്ട് കുളമാവുന്നത് എന്തിനാണ്? അപ്പോൾ അതെല്ലാം ഷിജിൻ തന്നെയാണ് നോക്കുന്നത്. ദെൻ നമ്മൾ പിന്നെയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ. നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ലാസ്റ്റായിട്ട് കൊട്ടിയത്ത് എന്തോ ചെയ്തൊരു ക്ലയൻറ്റ് നമ്മൾ ഏതൊരു വിഷ്വൽ എടുത്തില്ല, അത് വൈറ്റ് ലൈൻസിൻ്റെ എന്തോ ഒരു കാര്യമായിട്ട് എന്തോ ഒരു ഇതുണ്ട്. പക്ഷേ റീഫണ്ട് നമ്മളല്ല ചെയ്യുന്നില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതൊന്നും തുടങ്ങുന്നതിന് മുമ്പാട്ടോ, ഷിജിൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണത്. അപ്പോൾ അത് പ്രശ്നമല്ല, ബട്ട് ഒന്നും കൂടി പോയി റീടേക്ക് എടുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഇപ്പുറത്ത് പോസിറ്റീവായിട്ട് പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഇപ്പുറത്ത് ചിലപ്പോൾ വർക്കുകൾ കിട്ടാതെയും ഡൗണായിട്ട് ഇരുന്ന് ഫെയിലാവുന്ന ബിസിനസ്സുകളും ഉണ്ട്. ആ ഫെയിൽ ആവാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് നമ്മൾ ഈ ചലഞ്ച് വഴി എല്ലാ കണ്ടൻറ്റ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഫെയിലാവാതെ പോവാം. നമ്മൾ ഫെയിലാവത്തില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം ഞാൻ ഇന്നും നിലയും ബിസിനസ് ചെയ്തു തുടങ്ങിയ ഒരാളല്ല. പിന്നെ നമ്മൾ ബിഗിനേഴ്സും അല്ല എന്നുള്ള വിശ്വാസത്തിലാണ്. ഫെയിലാവത്തില്ല, പക്ഷേ നമ്മുടെ ഗോളിലോട്ട് എത്തുകയും വേണം. ആ ഗോളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ തിങ്ക് ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് ചില ആൾക്കാർ പോസിറ്റീവ് പറയും, ചില ആൾക്കാർ നെഗറ്റീവ് പറയും. നെഗറ്റീവ് നോക്കിക്കൊണ്ട് അവിടെ വിഷമിച്ചിരിക്കലും പോസിറ്റീവിന് പിറക്കെ പൊയ്ക്കണം. നെഗറ്റീവുകൾ ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഫില്ല് ചെയ്ത് വരണം, അല്ലെങ്കിൽ കല്ലിയില്ല അത് പോകണമെങ്കിൽ പോട്ടെ. പിന്നെ മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇത്രയും മാൻ പവർ ഉണ്ട്, അപ്പോൾ അത്രയും പേരെ മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മാർക്കറ്റിംഗ്, നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മാസം കുറഞ്ഞത് 2 to 3 ലക്ഷം രൂപയിലും മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാത്രം വരുന്നത്. കാരണം 70,000 രൂപയുടെ ഒരു എത്ര വർക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്? 10 വർക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോൾ 10 വർക്ക് ഫോക്കസ് ചെയ്ത് 7 ലക്ഷം രൂപയുടെ ബിസിനസ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, നമ്മളിപ്പം നമ്മുടെ ബിഹൈൻഡ് സീൻസൊക്കെ വെച്ചിട്ടുള്ള ബ്രാൻഡിങ് വീഡിയോസ് ഇപ്പോൾ ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് എൻഡിൽ തന്നെ അത് ആഡ്സും ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റും കൂടി നമുക്ക് എത്തിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മുടെ കമ്പനിയുടെ പേര് എൻസൈൻ പ്രൊഡക്ഷൻസ് എന്ന IT സൊല്യൂഷൻ എന്നായിരുന്നു. അത് പ്രൊഡക്ഷൻസ് ഉള്ള ലേബലിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോഗോ ഇട്ടിട്ടുണ്ട്. ലോഗോ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. നമ്മൾ ലൈസൻസ് എടുക്കാൻ നമ്മുടെ പ്രൊപ്പറേറ്റർഷിപ്പ് ലൈസൻസാണ്. നമുക്ക് അതിൽ വലിയ ഇതൊന്നുമില്ല. ഓൾറെഡി നമുക്ക് GST ഉണ്ട്. GST കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. GST ഫയൽ ചെയ്യണം. കാര്യങ്ങൾ അത് സ്ട്രിക്റ്റാണ്. ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഇത്രയും ലക്ഷം രൂപയുടെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ, അല്ല കോടിയുടെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പം GST എടുത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലീഗലി പോയില്ല എങ്കിൽ നല്ല രീതിക്ക് ഉള്ള പൈസയൊക്കെ ഇൻകം ടാക്സുകാർ കൊണ്ടുപോകും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. കാരണം വരുന്ന ചിലവും പോണ ചിലവും വരുന്ന ഇൻകം എല്ലാം നോട്ട് ചെയ്ത് പോയില്ല, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ അവസാനം നമ്മൾ പെടും. അപ്പോൾ ഇതെല്ലാം എല്ലാ ബിസിനസ്സിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇന്നോവേഷൻ ആൻഡ് മാർക്കറ്റിംഗ് രീതികളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് കണ്ടൻറ്റുകൾ ചെയ്യുന്നത്, കാര്യങ്ങൾ
അതിൻ്റെയൊക്കെ ഇത് എത്തിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ. നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതിന് നിങ്ങളിലോട്ട് എത്തിച്ചില്ല. നമുക്ക് പ്ലാൻ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിച്ചു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്റർ സ്റ്റഡിയൊക്കെ നല്ല രീതിക്ക് നടത്തണം. ലാസ്റ്റ് ഇന്നലെ പോലും നമ്മൾ 2 പേരെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് നോക്കണം, കോമ്പറ്റീറ്റർ സ്റ്റഡി നടത്തണം. എന്നിട്ട് അവരെയും കാട്ടി നല്ല രീതിക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നത് ഫോക്കസ് ചെയ്യണം. നമ്മൾ നേരത്തെ വന്ന് ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇവർ തന്നെ നാളെ എൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല, നമുക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരു 8 വർക്കുണ്ട്. അപ്പോൾ 8 വർക്ക് ഏത് പോയാലും ഷിജിൻ എന്ത് ചെയ്യുന്നു അതിന് വേണ്ടി നമ്മളെ ബിഹൈൻഡ് സീൻസ് കണക്ക് ഇവരിലോട്ടും കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കാണ് നമ്മുടെ മെമ്പർസിനുള്ളത്. മോർണിംഗ് പോയി കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ പോയി കഴിഞ്ഞാൽ ചിലപ്പം വെയിലായിരിക്കും, നമുക്ക് ലൈറ്റിങ് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി നിങ്ങൾ അറിയേണ്ട അതുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നമുക്ക് എല്ലാം എളുപ്പമല്ല. ഇപ്പോൾ മഴ സീസണും കൂടിയാണ്, പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, നമുക്കങ്ങനെ ഈ കണ്ടൻറ്റ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു മാർക്കറ്റിംഗ് കണ്ടൻറ്റ്, നമ്മളെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത്, അതാണ് നമ്മുടെ അടുത്ത വരുന്ന കണ്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ബിസിനസ് ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.